വെൽക്കം ടു മൈ ചാനൽ കിഡ്സ് ഫൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം VC. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഹേ ഗായ്സ്, അപ്പം നോക്കുകയാണെങ്കിൽ നമ്മളുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ സെക്കൻഡ് ട്രെയിലർ വന്നിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്റെ സൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്രേക്ക് ഡൗൺ ആണ്, പറയേണ്ട ആവശ്യമില്ല. ആൻഡ് നമ്മൾ ബ്രേക്ക് ഡൗണിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ ഇത് കാണുന്നവരുണ്ടാവും, ഇത് പുതുതായിട്ട് എൻ്റെ ചാനലിൽ കാണുന്നവരുണ്ടാവും. ആൻഡ് അവർ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു മാസം അടുത്ത മാസം നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെക്കുറിച്ചായിരിക്കും. ആൻഡ് ഇതിനെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ മൂവിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരുപാട് ഈസ്റ്റർ എഗ്സ് ഒക്കെ രണ്ടിനകത്തും വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും പെട്ടെന്ന് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് എൻ്റെ വീഡിയോസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാക്സിമം അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നമ്മളുടെ ആ ഫാമിലി ഒന്ന് വലുതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആൻഡ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ സെക്കൻഡ് ട്രെയിലർ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ആദ്യം റിലീസ് ചെയ്യുക നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ മൂവി അത്ര വലിയ സക്സസ് ആവുന്നില്ലെങ്കിൽ മാത്രം ഇത് ഈ ആഴ്ചയിൽ വരുമെന്നൊരു റൂമർ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മളെ ക്യാപ്റ്റൻ മാർവൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ വളരെ വലിയൊരു കളക്ഷൻ വേൾഡ് വൈഡിൽ 400 സംതിങ് എത്ര കോടി അതിപ്പോൾ റീച്ച് ആയിരിക്കുകയാണ്. അതിന് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ക്യാപ്റ്റൻ മാർവൽ എത്ര കളക്ട് ചെയ്യുന്നുള്ളത്. ഏകദേശം 400 മില്യൺ കഴിഞ്ഞു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ആൻഡ് അത് നമ്മൾ വേറൊരു ഡീറ്റെയിൽ പറയാം. ആൻഡ് അപ്പം ഞാൻ ഇത് തീർച്ചയായിട്ടും ഈ മാസം പ്രതീക്ഷിച്ചിരുന്നതല്ല. അടുത്ത മാസം നമ്മുടെ റോബർട്ട് ഡോണി ജൂനിയറിന്റെ പിറന്നാളാണ്, ബർത്ത്ഡേ ആണ്. ആൻഡ് ആ മാസം ഇത് റിലീസ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ആൻഡ് പെട്ടെന്ന് ഇത് ഫാൻസിനെല്ലാം ഒരു ത്രില്ലാവാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ആൻഡ് വളരെയധികം എക്സൈറ്റഡ് ആണ് ട്രെയിലർ ബ്രേക്ക് ഡൗണിലേക്ക് പോകാൻ വേണ്ടി. ആൻഡ് ട്രെയിലർ തുടങ്ങുന്നത് തന്നെ നമ്മുടെ അയൺമാൻ ടോണി സ്റ്റാർക്കിനെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. ആൻഡ് അദ്ദേഹത്തിന്റെ വോയിസ് ഓവറും വരുന്നുണ്ട്. നമ്മുടെ അയൺമാൻ ഫസ്റ്റ് മൂവിക്കകത്ത് നടന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തുടങ്ങുന്നു. ആൻഡ് അവിടെ പറയുന്നു 1000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേജിൽ വെച്ച് രക്ഷപ്പെടാൻ വേണ്ടി അയൺമാൻ ആയിട്ട് മാറുന്നു. ആൻഡ് അതിനുശേഷം ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങുന്നു. ആൻഡ് ഈ സമയത്ത് എനിക്ക് വലിയൊരു സർപ്രൈസ് തരാനില്ല, പക്ഷെ അവസാനത്തെ സർപ്രൈസിന് തരും എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത്. ആൻഡ് അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചർ ആ സമയത്തുള്ള വിഷ്വൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോക്കായി ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ നട്ടാഷ, അതാണ് നമ്മുടെ ബ്ലാക്ക് വിഡോയും കാണിക്കുന്നുണ്ട്. ആൻഡ് അവിടെ നമ്മുടെ ബ്ലാക്ക് വിഡോയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് വരുന്നുണ്ട്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും പോയി കഴിഞ്ഞു, പക്ഷെ എല്ലാവരും പോയിട്ടില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഇത് ഇനിയും തീർന്നിട്ടില്ല എന്ന് പറയുന്ന ആ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഒരുപാട് പീപ്പിൾ മരിച്ചിട്ടുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാം ആ സ്നാപ്പിൽ. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോക്കായി നോക്കുകയാണെങ്കിൽ നമ്മുടെ റോണിൻ ഫോമിലാണ്. അദ്ദേഹം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഫുൾ ഫാമിലിയും ഇതിൽ ഈ സ്നാപ്പിൽ മരിച്ചു എന്നാണ് തോന്നുന്നത്. ആൻഡ് അദ്ദേഹം നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ആർച്ചറി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മേ ബി അദ്ദേഹത്തിന്റെ മകളായിരിക്കാം. നമ്മുടെ ഏജ് ഓഫ് അൾട്രോൺ മൂവിക്കകത്ത് തന്നെ അദ്ദേഹത്തിനൊരു കുട്ടിയുള്ളവരെ കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് ആ കുട്ടി വളർന്നതായിരിക്കാം. ആൻഡ് വേറൊരു റൂമർ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സെക്കൻഡ് ട്രെയിലർ ബ്രേക്ക് ഡൗൺ, അതായത് ഇതിന്റെ തന്നെ ഞാൻ വേറൊരു ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് കണ്ട കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊരു ബ്രേക്ക് ഡൗൺ ഉടനെ തന്നെ വരും. ആൻഡ് ആ കുട്ടി നന്നായിട്ട് തന്നെ അത് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ടൈം ലൈൻ എങ്ങനെയാണ് പോകാൻ പോകുന്നതെന്ന് എനിക്ക് ഇനി അറിയത്തില്ല. ആൻഡ് നട്ടാഷ പറയുന്നുണ്ട് നമുക്ക് ഇനി തിരിച്ചു പോയാൽ ഇത് മാറ്റാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. മേ ബി ഇനി ഇതൊരു ടൈം ട്രാവലിലേക്ക് പോയിട്ട് ഫുൾ നമ്മളുടെ ഇതുവരെ കണ്ടൊരു ടൈം ലൈനൊക്കെ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ള കാര്യം ഡൗട്ട് തന്നെയാണ്. ആൻഡ് നമ്മുടെ മാവൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ആയിട്ട് കൊണ്ടുപോകത്തില്ല ഒരു മൂവീസും. നമുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടു തന്നെ കാണാം. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റീവ് റോജേഴ്സിന്റെ ആ ഡയലോഗൊക്കെ വരുന്നുണ്ട്. മൂവ് ഓൺ, സം പീപ്പിൾ മൂവ് ഓൺ എന്ന് പറയുന്ന ഡയലോഗ്. ആൻഡ് അത് ഒരുപാട് പേര് നമ്മൾ റോബർട്ട് ഡോണി ജൂനിയറിനോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ തന്നെ നമുക്ക് ഇത് എഴുതിയിരിക്കുകയാണ്, നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്ക തന്നെയാണ് ആ ഡയലോഗ് പറയുന്നത്. ആൻഡ് അതിനുശേഷം നമ്മളുടെ നോക്കുകയാണെങ്കിൽ പഴയ കുറേ വിഷ്വൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മളുടെ തോറിന്റെ ആസ്ഗോഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫിനിറ്റി വാറിൽ മരിച്ചുപോയ അവഞ്ചേഴ്സിനെ എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ട്രെയിലറിന്റെ അകത്ത് ഇത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചാണ് വിചാരിക്കുന്നു, ഈ മരിച്ചു പോകുന്നവരെയൊക്കെ കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് സീനുകളിൽ കാണിക്കാൻ നേരത്ത് എല്ലാവരും ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ കാണിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. മേ ബി ഇനി മൂവിക്കകത്ത് ഫ്ലാഷ് ബാക്ക് പറയുമ്പോഴും ഈ ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ഉപയോഗിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആൻമാനെ കാണിക്കുന്നുണ്ട്. ആൻഡ് ആൻമാൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആദ്യത്തെ ട്രെയിലറിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഫ്യൂച്ചറിൽ തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട് നോക്കുകയാണെങ്കിൽ വീടെല്ലാം ഫുൾ കാട് പിടിച്ച് കിടക്കുന്നു, മരത്തിലൊക്കെ മിസ്സിംഗ് പോസ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പ്രസന്റിൽ തന്നെ ഉണ്ട്. ആൻഡ് അദ്ദേഹത്തിന്റെ വീട് കാട് പിടിച്ച കാര്യം പാതി യൂണിവേഴ്സിലെ ആൾക്കാർ മരിച്ചുപോയി. ആൻഡ് ഇപ്പോൾ അതൊന്നും നേരെ ചുവ നോക്കാൻ ആരുമില്ല, അതാണ് സത്യം.
ആൻഡ് അതിനുശേഷം ട്രെയിലറിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സിറ്റിയിൽ നമ്മളുടെ ക്വിൻ ജെറ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ കാണാതെ ക്വിൻ ജെറ്റിനെ കുറച്ചുകൂടെ മോഡിഫൈഡ് ചെയ്ത പോലെ ഉണ്ട്. ആൻഡ് നോക്കുകയാണെങ്കിൽ സിറ്റി ഫുൾ ലൈറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇതിന് മുമ്പ് വന്ന ട്രെയിലറിൽ നോക്കുകയാണെങ്കിൽ സിറ്റി ഭയങ്കര ഡാർക്ക് ആയിട്ടുണ്ടാവും. പാതി യൂണിവേഴ്സിലെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. മേ ബി ഇനിയിപ്പോൾ പാസ്റ്റിലേക്ക് പോയി കാണുമോ എന്നുള്ള ഡൗട്ട് തന്നെയാണ്. ആൻഡ് അതിനുശേഷം നമ്മുടെ ബ്ലാക്ക് വിഡോയും അതുപോലെ തന്നെ നമ്മുടെ ഹോക്കായും കാണിക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്ന ഒരു സീൻ, അവിടെ നമ്മുടെ ഡയലോഗ് ഉണ്ട്. എന്തെങ്കിലും ചെറിയൊരു ചാൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്കിത് എന്തെങ്കിലും ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളത്. ആൻഡ് അവിടെ നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്തേ കഴിയത്തുള്ളൂ എന്നൊരു ഡയലോഗും വരുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ഒരു ഫ്ലൈറ്റ് ബസ്റ്റ് ആകുമ്പോൾ കാണിക്കുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് നമ്മുടെ നെബുല നോക്കുകയാണെങ്കിൽ അത് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ആൻഡ് അതിനുശേഷം നമ്മുടെ ഹോക്കായി ഭയങ്കര സ്പീഡിൽ ഓടി വരുന്നുണ്ട്. ആൻഡ് അത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആൻഡ് നമ്മളുടെ അവിടെ റോക്കറ്റിനെയും വാർമിഷിനെയും കാണാം. ആൻഡ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക നോക്കുകയാണെങ്കിൽ ആ ബസ്റ്റിൽ ആ ഫ്ലൈറ്റ് എന്തോ ആണെന്ന് തോന്നുന്നത് ബസ്റ്റ് ആയപ്പോൾ അദ്ദേഹം അതിൻ്റെ തൊണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ മുഖം ഫുൾ ആ പൊട്ടിയതിൻ്റെ കരിയെല്ലാം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. അദ്ദേഹം അങ്ങനെ കറുത്ത ഒരു മനുഷ്യനായിട്ട് മാറിയിരിക്കുകയാണ്. ആൻഡ് അദ്ദേഹം ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. എത്ര വലിയ പ്രശ്നമാണ് അത് വിട്ടുകൊടുക്കത്തില്ല. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഷീൽഡിനെ കയ്യിൽ മുറുക്കിയിട്ടുകൊണ്ട് അദ്ദേഹം പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മളെ തോറിൻ്റെ ഫുൾ പവറും എടുത്ത് കാണിക്കുന്നുണ്ട്. തോറിൻ്റെ സ്ട്രോങ് ബ്രേക്കർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തോർ നല്ല ഫുൾ പവർ ഫോമിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ക്യാപ്റ്റൻ അമേരിക്കയിലേക്ക് വരുന്നു. ആൻഡ് അവിടെ വെച്ചാണ് അദ്ദേഹം നമ്മൾ എന്തെങ്കിലും ചെയ്ത് വി വിൽ ഡു സംതിങ് എന്ത് പറയുന്ന എന്തെങ്കിലും ചെയ്യുന്ന ഒരു ഡയലോഗ് അവിടെ വരുന്നുണ്ട്. ആൻഡ് ഈ മൂവി എന്താണ് പറയാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ടൈം ബ്രേക്ക്. ഇതിനു മുമ്പ് വന്ന അവഞ്ചേഴ്സ് മൂവീസിനെ ബ്രേക്ക് ചെയ്യുമോ, ടൈം ഫുള്ളായിട്ടൊരു ബ്രേക്ക് ആകുമോ എന്നുള്ള കാര്യം കണ്ടു കഴിഞ്ഞാൽ അറിയണം. ആൻഡ് അതിനുശേഷം നമ്മുടെ അയൺമാനെ കാണുന്നുണ്ട്. അയൺമാനെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ നേരത്ത് എന്തോ തളർന്നു പോയ ആളെ കാണുമ്പോഴല്ല എന്തോ ഒരു വെറിയുള്ള മനുഷ്യനെ കണക്ക് എന്നുവെച്ചാൽ തിരിച്ചു പോയിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണമെന്ന് ഒരു വെറിയുള്ള മനുഷ്യൻ്റെ മുഖഭാവം നമുക്ക് കാണാൻ കഴിയും. ആൻഡ് അദ്ദേഹം എന്താ പറയുക തിരിച്ചു പോകണം, ഞാൻ ജീവനോടെ പോകണം എന്നൊരു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിനു മുമ്പ് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടൊരു അവസ്ഥയിലായിരുന്നു. ഇപ്പം നമുക്ക് കാണാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ ആ എനർജി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക ഒരു ഡയലോഗ് പറയുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു എന്താ പറയുക ഒരു സന്തോഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റിമൈൻ നൈസ് അത് അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ തന്നെ ഇതിനു മുമ്പൊക്കെ അദ്ദേഹം ഭയങ്കര സാഡായിട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചെറിയ ചിരി കാണാൻ കഴിയുന്നുണ്ട് നമുക്ക്. ആൻഡ് അതിനുശേഷം നമ്മളെ പുതിയ സൂട്ട്. ആൻഡ് ഇതിനെല്ലാം ക്വാണ്ടം സൂട്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് ഇനി ഒഫീഷ്യലായിട്ടും അനൗൺസ് ചെയ്തിട്ടില്ല ക്വാണ്ടം സൂട്ടാണെന്ന്. എല്ലാവരും പറഞ്ഞ് ക്വാണ്ടം സൂട്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നെബുലയുണ്ട്, അതുപോലെ നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്കയുണ്ട്, അതുപോലെ നമ്മളുടെ ബ്ലാക്ക് വിഡോ, വാർമിഷിൻ്റെ ആർമർ ഓക്കെയും എല്ലാം കുറച്ചുകൂടെ രണ്ട് ബൾക്കാക്കിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ അയൺമാൻ ഞങ്ങൾ മിസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം തന്നെ കണ്ടത് അയൺമാനെയാണ്. അയൺമാൻ തീർച്ചയായിട്ടും എർത്തിൽ വന്നു എന്നുള്ള ഇതിന് തെളിവാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമ്മളുടെ ക്യാപ്റ്റൻ മാർവൽ ആൻഡ് തോറും ഇല്ല. ആൻഡ് അവർക്ക് ആ സൂട്ടിൻ്റെ ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. മേ ബി അവർ നമ്മളുടെ ക്വാണ്ടം റീലം വരി നമ്മളുടെ ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഈ സൂട്ട് ഇട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവഞ്ചേഴ്സ് എല്ലാം കൂടെ ഒന്നായിട്ട് ഇരിക്കണം എന്നുള്ള ഒരു യൂണിറ്റിക്ക് വേണ്ടിയും ആയിരിക്കും ഈ സൂട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. അതിനുശേഷം നമ്മളുടെ അവഞ്ചേഴ്സ് എന്നുള്ള ആ ഇത് വരുന്നു. ആൻഡ് അതിനുശേഷം കാണിക്കാൻ നേരത്ത് നമ്മളുടെ ക്യാപ്റ്റൻ മാർവലിനെ കാണിക്കുന്നുണ്ട്. ആൻഡ് ക്യാപ്റ്റൻ മാർവൽ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു സ്പേസിലൊക്കെ ക്യാപ്റ്റൻ മാർവൽ മൂവി എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഒരു സ്പോയിലർ ദാറ്റ്. ആൻഡ് അത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ മൂവിക്കകത്ത് അവർ കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ട്രെയിലറിനകത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്കൊന്ന് സ്പേസിലൊക്കെ ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഗ്ലാമർ ആയിട്ടിരിപ്പുണ്ട്. ആൻഡ് അവിടെ വെച്ച് നമ്മളെ തോർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ സ്ട്രോങ് ബ്രേക്കറിനെ കൈ കാണിച്ച് അദ്ദേഹത്തിൻ്റെ കൈ വരുന്നു. ആൻഡ് നമ്മളെ ക്യാപ്റ്റൻ മാർവലൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല, അവർ അങ്ങനെ നിൽക്കുന്നുണ്ട്. ആൻഡ് നമ്മളുടെ തോർ പറയുന്നു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിരിക്കുന്ന ഒരു സീൻ. ആൻഡ് അവിടെ അദ്ദേഹം എന്തിനാണ് ചിരിക്കുന്നത് എനിക്കിനി മനസ്സിലായിട്ടില്ല. മേ ബി അദ്ദേഹം എന്തിനാണ് ചിരിച്ചാൽ മേ ബി നമ്മളുടെ ക്യാപ്റ്റൻ മാർവലിനെ പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചതായിരിക്കാം. ഇല്ലെങ്കിൽ ഇവരെ കൊണ്ടെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തട്ടെ എന്നുദ്ദേശിച്ചതായിരിക്കാം. ഇല്ലെങ്കിൽ അവിടെ നമ്മളുടെ തോർ ചിരിക്കേണ്ട ആവശ്യം എന്താണെന്ന് ഇനി എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് അദ്ദേഹം ചിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച ഒരു വ്യക്തിയാണ് തോറ്. അദ്ദേഹം നോക്കുകയാണെങ്കിൽ ഒരു ഗോഡാണ്. അദ്ദേഹം ഒരു ഗോഡായിട്ട് ഇരുന്നിട്ട് പോലും അദ്ദേഹത്തിന് എർത്തിലുള്ള ആൾക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ആസ്ഗോഡിലുള്ള ആൾക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, സ്വന്തം ബ്രദറിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ആരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എല്ലായിടത്തും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി അദ്ദേഹത്തെ നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ആസ്ഗോഡിലുള്ള എല്ലാ മനുഷ്യരും മരിച്ചുപോയി. നമ്മുടെ വാൾക്കരിയൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ ഇനി നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടില്ല. ആൻഡ് ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ മൂവിയുടെ 15 മിനിറ്റ് വരുന്ന കാര്യങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
നമ്മുടെ കെവിൻ ഫേജ് ഇതിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിലർ എന്ന് പറഞ്ഞ് വരുന്നതെല്ലാം മൂവിയുടെ 15 മിനിറ്റ്സിൽ നടക്കുന്ന കാര്യമായിരിക്കും എന്ന്. പക്ഷെ ഇത്രയും സംഭവങ്ങൾ 15 മിനിറ്റ്സിൽ നടക്കുമോ എന്നുള്ളതും ഡൗട്ട് തന്നെയാണ്. എന്തായാലും കണ്ട് തന്നെ അറിയാം. ആൻഡ് ഈ ട്രെയിലർ ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് ഇതിന്റെ ഒരു ഫുൾ ഫ്ലെച്ച്ഡ് ബ്രേക്ക് ഡൗൺ അടുത്തൊരു ദിവസം കാണാം, പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.